പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന് പറയുമ്പോൾ പൊതുവെ ഉള്ള ആൾക്കാരുടെ മനസ്സിൽ വരുന്ന ഒരു ചിന്താഗതി 3 ദൈവങ്ങൾ അല്ലെങ്കിൽ ത്രിമൂർത്തി സങ്കല്പമാണ്. യഥാർത്ഥത്തിൽ ക്രിസ്തീയ വിശ്വാസം അനുസരിച്ച് പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് നമുക്ക് അതിനെ വിശദീകരിക്കാൻ പറ്റുന്നത്? ഞാൻ പണ്ട് ഓർത്തഡോക്സിലായിരിക്കപ്പെടുമ്പോൾ ബൈബിളിലെ വാക്യം വെച്ചുകൊണ്ടുള്ള ഒരു പാട്ടുണ്ട്. അതിങ്ങനെയാണ്: പലതരമുപദേശങ്ങളഹോ പാരിലുളേച്ചു പരക്കുന്നു ദൈവത്തിനുപദേശം എന്ന് പറഞ്ഞ പലതരത്തിലുള്ള ഉപദേശങ്ങൾ ഇന്ന് ഭൂമിയിലുണ്ട്. എന്ത് കാര്യം വിശ്വസിക്കാനും പ്രചരിപ്പിക്കാനുമുള്ള അവകാശം എല്ലാവർക്കും ഉണ്ട്. ആർക്കും എന്തും വിശ്വസിക്കാൻ സ്വാതന്ത്ര്യവുമുണ്ട്. മലയാളികളുടെ ഇടയിൽ കൂടുതലായി വിശ്വസിക്കുന്ന ചില വിശ്വാസങ്ങളെക്കുറിച്ച് പറയാം. ഒന്ന്, യഹോവയുടെ സാക്ഷികൾ എന്ന് പറയുന്ന ആളുകളുണ്ട്. യേശുനാമക്കാർ എന്നറിയപ്പെടുന്ന ആളുകളുണ്ട്. ത്രിമൂർത്തി സങ്കല്പം വിശ്വസിക്കുന്ന ആളുകളുണ്ട്. പിതാവായ ദൈവം ഓൾമൈറ്റി ഗോഡും യേശു ക്രിസ്തു മൈറ്റി ഗോഡും എന്ന് വിശ്വസിക്കുന്ന ആളുകളുണ്ട്. 2 യഹോവമാരുണ്ട്, അതിനു മീതെ ഒരു അത്യുന്നതനുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഗ്രൂപ്പുണ്ട്. ഇതെല്ലാം മലയാളികളുടെ ഇടയിൽ ഒരുവിധം അറിയപ്പെടുന്ന ഗ്രൂപ്പുകളാണ്. ഇന്ത്യ വിട്ടാൽ ഇതുപോലല്ല ഒത്തിരി എണ്ണിക്കൂടാൻ കഴിയാത്ത വിശ്വാസങ്ങൾ പ്രചരിപ്പിക്കുന്നവരും വിശ്വസിക്കുന്നവരുമുണ്ട്. ഞാൻ പറഞ്ഞത് മലയാളിയുടെ ഇടയിൽ ഏകദേശം അറിയപ്പെടുന്ന കുറേ ഉപദേശങ്ങളാണ് ഈ പറഞ്ഞത്. അതിലൊരു കൂട്ടർ വിശ്വസിക്കുന്നത് പിതാവ് മാത്രമാണ് ദൈവമെന്നും യേശു ദൈവമല്ല, യേശു സൃഷ്ടിയാണെന്നും യേശു ഒരു ദൂതനാണെന്നും വിശ്വസിക്കുന്ന ആളുകളാണ്. അവർക്ക് പിതാവ് മാത്രമാണ് ദൈവം. രണ്ടാമത്തെ ആളുകൾ വിശ്വസിക്കുന്നത് പിതാവും പുത്രനും ഒരു വ്യക്തി തന്നെയാണ് എന്ന് വിശ്വസിക്കുന്നവരാണ്. അവരുടെ തന്നെ 2 പഠിപ്പീരുണ്ട്. പിതാവ് അങ്ങനെ നിൽക്കുമ്പോൾ തന്നെ അവൻ മനുഷ്യനായി ഈ ഭൂമിയിൽ വന്നു എന്ന് വിശ്വസിക്കുന്ന ഒരു കൂട്ടരുണ്ട്. അപ്പോൾ തന്നെ പിതാവ് മനുഷ്യനായി വന്നുവെന്നും പിന്നത്തെ ഇതിൽ ആത്മാവായി വന്നു എന്നും വിശ്വസിക്കുന്ന ആളുകളുമുണ്ട്. അത് രണ്ടാമത്തെ കൂട്ടർ. മൂന്നാമത്തെ കൂട്ടരെന്ന് പറയുന്നത് പിതാവ് ദൈവമാണ്, പുത്രൻ ദൈവമാണ്, പരിശുദ്ധാത്മാവ് ദൈവമാണ്. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ അതൊരു ത്രിമൂർത്തി സങ്കല്പമാണ്. ഇവർക്ക് പരസ്പരം കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അറിയത്തില്ല. 3 പേരും ദൈവമാണ്. അപ്പോൾ അവർക്ക് 3 പേർക്ക് 3 ശക്തിയാണ്, 3 അറിവാണ്. മനസ്സിലാവുന്നുണ്ടോ? എല്ലാം 3ആയിട്ട് തന്നെയാണ്. ഇതാണ് മൂന്നാമത്തെ കൂട്ടർ. നാലാമത്തെ ഒരു കൂട്ടരുണ്ട്. അവർ വിശ്വസിക്കുന്നത് പിതാവെന്ന് പറയുന്നത് ഓൾമൈറ്റി ഗോഡാണ്, സർവശക്തനായ ദൈവമെന്നാണ്. യേശു ക്രിസ്തു മൈറ്റി ഗോഡാണ്, ശക്തനായ ദൈവമാണ്, പക്ഷെ സർവശക്തനായ ദൈവമല്ല. പിതാവ് സർവശക്തനും യേശു ക്രിസ്തു ശക്തനായ ദൈവമെന്നുമാണ്. ഇനി അവരുടെ ആരാധന രീതി പറഞ്ഞാൽ അവരാദ്യമേ ദൈവത്തിന്, അതായത് പിതാവായ ദൈവത്തെ ആരാധിക്കുന്നു. രണ്ടാമത് അവർ പുത്രനായ ദൈവത്തെ ആരാധിക്കുന്നു. എന്ന് പറഞ്ഞാൽ ആദ്യമേ പിതാവിനെ ആരാധിക്കുന്ന രീതിയിലുള്ള പാട്ടുകൾ പാടുന്നു. പിന്നത്തെ നമുക്ക് പുത്രനെ ആരാധിക്കാമെന്ന് പറഞ്ഞിട്ട് യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പാട്ടുകൾ അവർ പാടുന്നു. അപ്പോൾ ആർക്കും പിണക്കമില്ല. ഇനി മറ്റൊരു കൂട്ടരാണ് ഞാൻ പറഞ്ഞത്. 2 യഹോവമാരുണ്ട്, അതിനു മീതെ ഒരു അത്യുന്നതനുണ്ട്. 2 യഹോവമാരും അതിനു മീതെ മറ്റൊരു അത്യുന്നതനും. ആ അത്യുന്നതനാണ്. അങ്ങനെ വിശ്വസിക്കുന്ന ആളുകളുണ്ട്. ഒരു വാക്യം തന്നെ ഉണ്ടല്ലോ, ഒരു ഉന്നതനും മീതെ മറ്റൊരു ഉന്നതനും, അതിനു മീതെ അത്യുന്നതനും. അവരൊരു പുസ്തകം തന്നെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ വ്യത്യസ്ത തരത്തിലുള്ള ഉപദേശങ്ങൾ വിശ്വസിക്കുന്ന ആളുകളുണ്ട്. ഇതെല്ലാം മിക്സഡായിട്ട് വിശ്വസിക്കുന്ന ആളുകളുമുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ, ഒരാൾക്കാർ വിശ്വസിക്കുമ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഒരാൾക്കാർ വിശ്വസിക്കും പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണെന്ന് വിശ്വസിക്കുന്നവരുണ്ട്, പരിശുദ്ധാത്മാവ് ഒരു ശക്തിയാണെന്ന് വിശ്വസിക്കുന്നവരുണ്ട്. അപ്പോൾ എല്ലാ ഗ്രൂപ്പിൽ നിന്നും കുറേശ്ശെയായിട്ട് വിശ്വസിക്കുന്ന ആളുകളുമുണ്ട്. അല്ലെങ്കിൽ അവരവർ വിശ്വസിക്കുന്ന ഗ്രൂപ്പ് ഏതാണോ അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് അറിയാവുന്ന ആളുകളുമുണ്ട്. ഇതിനെക്കുറിച്ച് ഒരു ധാരണയുമില്ലാത്ത, പലയിടങ്ങളിൽ നിന്ന് പല കാര്യങ്ങൾ കേട്ട് മനസ്സിലാക്കി ഒരു അവിയൽ പരുവത്തിൽ വിശ്വസിക്കുന്ന ആളുകളുമുണ്ട്. എന്നാൽ നൂറ്റാണ്ടുകളായി ക്രിസ്തീയ സഭകൾ വിശ്വസിക്കുന്ന വിശ്വാസം എന്ന് പറയുന്നത് ഏകത്വമാണ്. നമ്മളൊരു ഉപദേശം ചോദിക്കുമ്പോൾ നിങ്ങൾ എത്ര കാലം കൊണ്ട് ഈ ഉപദേശം വിശ്വസിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾ പ്രചരിപ്പിക്കുന്ന ഉപദേശം എത്ര കാലമായി നിലനിൽക്കുന്നതാണ്, ഇതിൻ്റെ പിമ്പിൽ നിലനിൽക്കുന്ന ആളുകൾ ആരൊക്കെയാണ്,
അവരൊരു ശൃംഖലയുണ്ടോ? ബാക്കിലോട്ട് നോക്കാമെങ്കിൽ എത്ര വർഷമായിട്ട് അവരിത് വിശ്വസിക്കുന്നു? ഇങ്ങനെയൊക്കെ ചില ചോദ്യങ്ങളൊക്കെ നമ്മൾ ചോദിക്കാമെങ്കിൽ, കാലങ്ങളായി ക്രിസ്തീയ സഭകളെല്ലാം വിശ്വസിക്കുന്നത് ത്രിയേകത്വമാണ്. പക്ഷേ ഏറ്റവും വലിയൊരു ഇതിലെ തമാശ എന്ന് പറയുന്നത്, ത്രിയേകത്വമാണ് വിശ്വസിക്കുന്നത് എന്ന് ആളുകൾ പറയുന്ന പലതും, ഞാൻ മുമ്പേ പറഞ്ഞ പല ഗ്രൂപ്പുകൾ പറഞ്ഞല്ലോ, പല വിശ്വാസങ്ങൾ പറഞ്ഞല്ലോ, അതിലെ പല കാര്യങ്ങളുമാണ് പറയുന്നത്. ഇത് തമ്മിലുള്ള വ്യത്യാസം ഈ ജനത്തിന് പലപ്പോഴും അറിയത്തില്ല. അതുകൊണ്ട് ഒറ്റയടിക്ക് ചോദിക്കുമ്പോൾ ഞാൻ വിശ്വസിക്കുന്നത് ത്രിയേകത്വമാണെന്ന് പറയും. എന്നാൽ അവർ പറയുന്ന പല കാര്യങ്ങളും ഈ ത്രിയേകത്വവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഒന്നെങ്കിൽ അവർ പറഞ്ഞു വരുമ്പോൾ ത്രിമൂർത്തിയാകും, ഒന്നെങ്കിൽ മറ്റൊരു രീതിയിൽ അവർ പറഞ്ഞു വരുമ്പോൾ ഒന്നെങ്കിൽ പിതാവ് സർവശക്തനും യേശു ശക്തനായ ദൈവം എന്ന് പറയും. ഇനി വേറെ രീതിയിൽ പറഞ്ഞു വരുമ്പോൾ അവർ പറയും പരിശുദ്ധാത്മാവ് ഒരു ശക്തിയാണെന്ന് പറയും. ഇതെല്ലാം വിശ്വസിക്കുന്നവർ ത്രിയേകത്വത്തിൽ ഉണ്ട് എന്നുള്ളതാണ് വാസ്തവം. അത് ഞാനിത് പറയുമ്പോൾ ഒരു ആരോപണം മാത്രമല്ല, ഞാൻ ഒരുപാട് പേരോട് സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം. കാരണം നമ്മൾ ഈ ഉപദേശങ്ങളൊക്കെ ഓരോന്നും പഠിച്ചു വന്നപ്പോൾ ഇതിന്ന ഉപദേശമാണ് നമുക്ക് കേൾക്കുമ്പോൾ തന്നെ അറിയാം, പഠിച്ചതുകൊണ്ട്. എന്നാൽ അല്ലാത്ത ആളുകളെ സംബന്ധിച്ച് അവർ പറയുന്നത് ഞങ്ങൾ ത്രിയേകത്വമാണ് വിശ്വസിക്കുന്നത് എന്ന് പറയുകയും അവരുടെ വിശ്വാസം ഈ പറയുന്ന പലതരത്തിലുള്ള ഉപദേശങ്ങൾക്കകത്തു നിന്ന് പല കാര്യങ്ങൾക്ക് അവർക്ക് ബോധ്യപ്പെട്ടിട്ട് സത്യം പറഞ്ഞാൽ അവർ ത്രിയേകത്വമല്ല, അവർ പരുവത്തിലുള്ള ഒരു ഉപദേശമാണ്. അങ്ങനെ ഒരു ഉപദേശം ഉണ്ടോ എന്ന് ചോദിച്ചാൽ അത് അവരുടെ മാത്രം വിശ്വാസമാണ്. ഇനി എന്താണ് ത്രിയേകത്വം എന്ന് വളരെ സിമ്പിളായിട്ട് പറയാം. ത്രിയേകത്വം എന്ന് പറയുന്നത് സമനിത്യരായ 3 വ്യക്തികളുണ്ട്. സമനിത്യർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഒരേ സമയത്ത് 3 വ്യക്തികളുമുണ്ട്. പിതാവ് ഉള്ളപ്പോൾ തന്നെ പുത്രനുണ്ട്, പുത്രൻ ഉള്ളപ്പോൾ തന്നെ പരിശുദ്ധാത്മാവുമുണ്ട്. പുത്രൻ ഇല്ലാതിരുന്നൊരു കാലഘട്ടമില്ല, പരിശുദ്ധാത്മാവ് ഇല്ലാതിരുന്നൊരു കാലഘട്ടമില്ല. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും സമനിത്യരാണ്. ഒരേ സമയത്ത് അവർ 3 പേരുമുണ്ട്, സമനിത്യരാണ്, സമദൈവത്വമുള്ളവരാണ്. ത്രിയേകത്വം ഒറ്റയടിക്ക് പറയാമെങ്കിൽ നമുക്ക് അങ്ങനെ പറയാൻ പറ്റും. സമനിത്യരായ സമദൈവത്വമുള്ള 3 വ്യക്തികൾ. എല്ലാ പള്ളികളിലും വിശ്വാസ പ്രമാണം ഏറ്റുപറയാറുണ്ട്. അവരുടെ വിശ്വാസ പ്രമാണം അവർ ഏറ്റുപറയുമ്പോൾ അവരിത് ചൊല്ലാറുണ്ട്. സർവശക്തിയുള്ള പിതാവായി ആകാശത്തിൻ്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നവയും കാണപ്പെടാത്തവയുമായ സകലത്തിൻ്റെയും സൃഷ്ടിതാവായ ഏകസത്യ ദൈവത്തെ ഞങ്ങൾ വിശ്വസിക്കുന്നു. അത് പിതാവായ ദൈവത്തെക്കുറിച്ച് പറയുക, ഏകസത്യ ദൈവത്തെ ഞങ്ങൾ വിശ്വസിക്കും. അടുത്ത പാരഗ്രാഫ് തുടങ്ങുന്നത് ദൈവത്തിൻ്റെ ഏകപുത്രനും സർവ്വലോകങ്ങൾക്കു മുമ്പിൽ പിതാവിൽ നിന്ന് ജനിച്ചവനും പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശവും സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും ജനിച്ചവനും സൃഷ്ടിയല്ലാത്തവനും സാരാംശത്തിൽ പിതാവിനോട് ഏകത്വമുള്ളവനും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ വിശ്വാസ പ്രമാണം ചൊല്ലുന്നത്. ഞാൻ ആദ്യം തൊട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്, പിതാവാണ് ഏക സത്യ ദൈവം എന്ന് പറയുന്ന ഒരു കാര്യം. ഞാൻ ആദ്യം തൊട്ട് പറയുന്ന ഒരു കാര്യമാണ്. അതിൻ്റെ അർത്ഥം പുത്രൻ സത്യദൈവമല്ല എന്നല്ല. ഞാൻ പറഞ്ഞ പല കാര്യങ്ങളെയും തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ആളുകൾ പലതും പറയാറുണ്ട്. അതിനകത്ത് 1-2 വീഡിയോ തന്നെ പരസ്യമായിട്ട് ഇട്ടിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ആളുകൾ ആരോപണം പറയുന്ന ഒരു കാര്യം, ഏതെങ്കിലും ഒരു വീഡിയോ ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് കാര്യങ്ങൾ എഴുതി വെച്ച് കഴിഞ്ഞാൽ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ പറ്റും. അപ്പം ആ ഒരു മൈൻഡ് സെറ്റോടാണ് നമ്മളിത് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും പിന്നെ നമ്മുടെ ആ മനസ്സിൽ കിടക്കുന്ന കാര്യങ്ങൾ നമുക്ക് തോന്നിയിട്ട് നമ്മൾ അതാണിത് ഇദ്ദേഹം പറഞ്ഞതെന്ന് തെറ്റിയിരിക്കും. നമ്മൾ പറയാത്ത കാര്യങ്ങൾ നമ്മുടെ മേൽ ആരോപിക്കുന്ന ആളുകളുണ്ട്. കാരണം അവരുടെ ഉള്ളിൽ നേരത്തെ മുൻകൂട്ടൊരു ധാരണയുണ്ട് ഇദ്ദേഹം ഇന്നതാണ് പറഞ്ഞതെന്ന്. അപ്പോൾ ക്രിസ്ത്യൻ ബാക്ക്ഗ്രൗണ്ടിൽ ജനിച്ചു വളർത്തപ്പെട്ട എല്ലാവരും ഇത് ചൊല്ലിയിട്ടുണ്ട്. എന്നാൽ പെന്തക്കോസ്തിൽ ജനിച്ചു വളർത്തപ്പെട്ടവർ, അതല്ലെങ്കിൽ മറ്റ് വേറെ ഏതെങ്കിലും ഒരു മതവിഭാഗത്തിൽ നിന്ന് പെന്തക്കോസ്തിലോട്ട് വന്നിട്ടുള്ളവർ ഇത് കേട്ടിട്ടില്ല. അവരെ സംബന്ധിച്ച് നമ്മളിത് പറയുമ്പോൾ അവരിതിനെ ചോദ്യം ചെയ്യും. ഒരു പക്ഷേ എല്ലാവരുടെയും കാര്യമല്ല, കുറച്ച് പേർക്കെങ്കിലും യേശു മാത്രമാണ് ദൈവം. അവർക്ക് പിതാവിനെക്കുറിച്ച് അറിയത്തില്ല. ഇനി അറിയാമെങ്കിൽ തന്നെ അവർ പറയും പിതാവും പുത്രനും ഒരാളാണെന്ന് പറഞ്ഞു കളയും. മനസ്സിലാകുന്നുണ്ടോ? എനിക്ക് മനസ്സിലായ ഒരു കാര്യം, പെന്തക്കോസ്തിൽ തന്നെ ആളുകൾ ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ ഒരുമിച്ച് കൂടിയിരുന്ന് ഒരു ഉപദേശം സ്ഥാപിച്ചിട്ടില്ല. നമ്മുടെ ഉപദേശം ഇന്നതാണെന്ന് പറയാൻ തക്കവണ്ണം ഏതെങ്കിലും ഒരു സുനോദോസ് കൂടുകയോ ഏതെങ്കിലും ഒരു മീറ്റിംഗ് കൂടി ആദ്യ കാലഘട്ടങ്ങളിൽ നമ്മുടെ ഉപദേശം ഇന്നതാണെന്നോ അങ്ങനെ ഒന്നുമില്ല. ഓരോ കാലഘട്ടങ്ങളിലും മാറി 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 വന്നിട്ടുള്ള എന്ന് പറഞ്ഞാൽ മറ്റ് ക്രിസ്ത്യൻ മതവിഭാഗത്തിൽ നിന്ന് മാറി വന്നപ്പോൾ അവിടുത്തെ എല്ലാ കാര്യങ്ങളും നമ്മൾ തള്ളിക്കളഞ്ഞിട്ടില്ല. ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഉൾക്കൊള്ളാൻ പറ്റാത്ത പല കാര്യങ്ങളുണ്ട്. അതെല്ലാം മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ളതെല്ലാം വിശ്വസിക്കുന്ന ഒന്ന് തന്നെയാണ് ഏകദേശം. എന്നാൽ അത് എല്ലാ ആളുകൾക്കും ഇതറിയത്തില്ല. അപ്പോൾ പെന്തക്കോസ്തിൽ തന്നെ ജനിച്ചു വളർത്തപ്പെട്ടവരും മറ്റേതെങ്കിലും മതവിഭാഗത്തിൽ നിന്ന് പെന്തക്കോസ്തിൽ വന്നവരെ സംബന്ധിച്ച് ഇത് പറയുമ്പോൾ അവരിത് ചോദ്യം ചെയ്യപ്പെടുകയും അവരിത് പ്രശ്നം ഉണ്ടാക്കുകയും ചെയ്യും.
അപ്പോൾ നമുക്ക് അവരോട് ചോദിക്കാൻ ഒരു ചോദ്യമുണ്ട്. നിങ്ങൾ പറയുന്ന ഉപദേശം, നിങ്ങളെന്ന് പറയുമ്പോൾ അവർക്ക് തന്നെ വ്യത്യസ്ത ഉപദേശമായിരിക്കും. ആര് പഠിപ്പിച്ചതാണ്? എവിടുന്ന് കിട്ടിയതാണ്? ഇങ്ങനെ എപ്പോൾ മുതലാണ് ഈ ഉപദേശം ഉണ്ടാക്കിയത്? അതിനകത്ത് ആരൊക്കെ ഉണ്ടായിരുന്നു? അങ്ങനെ കുറേ ചോദ്യങ്ങൾ ചോദിച്ചവർക്ക് പറയാനില്ല. ഇത് ചിലപ്പോൾ പറയുന്നത് എനിക്ക് വെളിപ്പെട്ട് കിട്ടി എന്നുള്ളതാണ്. കൂടുതൽ ആളുകളും പറയുന്നൊരു കാര്യമാണ് ഇതെനിക്ക് വെളിപ്പെട്ട് കിട്ടി എന്നുള്ളത്. യഥാർത്ഥത്തിൽ കാലാകാലങ്ങളായി ക്രിസ്ത്യൻ സഭകൾ വിശ്വസിക്കുന്നത് ത്രിയേകത്വമാണ്. അതുമുമ്പ് ഞാൻ പറഞ്ഞതുപോലെ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് 3 വ്യക്തികളാണെന്നും അവർ സമനിത്യരാണെന്നും അവർ സമദൈവത്വമാണെന്നും ഉള്ളതാണ് ഈ വിശ്വാസം. ഇത് സ്ഥാപിക്കുന്നത് പിതാവായ ദൈവത്തെ വെച്ചുകൊണ്ടാണ്. പിതാവായ ദൈവമാണ് ഏക സത്യ ദൈവമെന്നും എന്നാൽ പുത്രനെയും പരിശുദ്ധാത്മാവിനെയും ആ പദപ്രയോഗം ഉപയോഗിക്കത്തില്ല എന്നുള്ളതും, അതിൻ്റെ അർത്ഥം പുത്രൻ സത്യദൈവമല്ല പരിശുദ്ധാത്മാവ് സത്യദൈവമല്ല എന്നല്ല എൻ്റെ അർത്ഥം. പുത്രൻ സത്യദൈവമാണ്, പരിശുദ്ധാത്മാവ് സത്യദൈവമാണ്, എന്നാൽ പിതാവാണ് ഏക സത്യദൈവം. ഉടനെ ആളുകൾക്കുള്ള ഒരു ചിന്തയാണ്, അതെങ്ങനെ ഒരാൾ ഏക സത്യദൈവവും ബാക്കിയുള്ളവരെല്ലാം സത്യദൈവമാവുന്നു? നമ്മൾ ഇതിന് വ്യക്തമായിട്ടുള്ള ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ഇതിന് മുൻപുള്ള എപ്പിസോഡുകൾ കേൾക്കാമെങ്കിൽ നമുക്കതിന് വ്യക്തമായിട്ട് മറുപടി കൊടുത്തിട്ടുണ്ട്. എന്നാൽ നിത്യവിശ്വാസ പ്രമാണം എന്ന് പറയുന്നത് ആരെങ്കിലും കുറേ പേരുണ്ടാക്കിയ ഏതെങ്കിലും ഒരു ഉപദേശമല്ല. ബൈബിൾ അടിസ്ഥാനത്തിൽ വിശ്വസിക്കാൻ പറ്റുന്നതും കാലാകാലങ്ങളായി ക്രിസ്ത്യൻ സഭകൾ വിശ്വസിക്കുന്നതുമായ ഉപദേശമാണ് നിത്യവിശ്വാസ പ്രമാണം. അതിനകത്ത് പിതാവാണ് ഏകസത്യദൈവം. അതുകൊണ്ട് ഞാൻ ചൊല്ലിയപ്പോൾ പറഞ്ഞത് സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും ജനിച്ചവനും സൃഷ്ടിയല്ലാത്തവനും, പുത്രനെ കുറിച്ച് പറയുക, ജനിച്ചവനും സൃഷ്ടിയല്ലാത്തവനും സാരാംശത്തിൽ പിതാവിനോട് ഏകത്വമുള്ളവനും. അതുമാത്രമല്ല, താഴോട്ട് പറയുമ്പോൾ വീണ്ടും പിതാവിൽ നിന്ന് പുറപ്പെട്ടവൻ എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുക. പിതാവിൽ നിന്നാണ് പുത്രൻ, പിതാവിൽ നിന്നാണ് പരിശുദ്ധാത്മാവ്. അതായത് എല്ലാത്തിനും കാരണഭൂതൻ പിതാവാണ്. പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും കാരണം പിതാവാണ്. പിതാവിൽ നിന്നാണ് പുത്രൻ, പിതാവിൽ നിന്നാണ് പരിശുദ്ധാത്മാവ്. എന്നാൽ പിതാവ് ആരിൽ നിന്നുമല്ല. പിതാവ് പുത്രനിൽ നിന്നല്ല, പിതാവ് പരിശുദ്ധാത്മാവിൽ നിന്നല്ല, പിതാവ് ആരിൽ നിന്നുമല്ല. എന്നാൽ പിതാവിൽ നിന്നാണ് പുത്രൻ, പിതാവിൽ നിന്നാണ് പരിശുദ്ധാത്മാവ്. പിതാവിൽ നിന്ന് പുത്രൻ ജനിച്ചു എന്ന് പദപ്രയോഗം പറയുന്നു, പിതാവിൽ നിന്ന് പരിശുദ്ധാത്മാവ് പുറപ്പെട്ടു എന്നുള്ള പദപ്രയോഗം പറയുന്നു. ഇനി ഇതിന് നിത്യാവിശ്വാസത്തിൽ കൊടുത്തിരിക്കുന്ന അതിൻ്റെ വ്യാഖ്യാനം നമ്മൾ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. ഏതെങ്കിലും ഒരു പ്രത്യേക സമയത്ത് ജനിച്ചു എന്നുള്ളതല്ല. എബ്രായർക്ക് എഴുതിയ ലേഖനം അതിനകത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവൻ്റെ തേജസ്സിൻ്റെ പ്രഭയാണ്. തേജസ്സിൻ്റെ പ്രഭ, തേജസ് പിതാവാണെങ്കിൽ പ്രഭ പുത്രനാണ്. തേജസ് നിന്നാണ് പ്രഭ. ഒരർത്ഥത്തിൽ തേജസ്സും പ്രഭയും ഒന്നാണെന്ന് ചോദിച്ചാൽ ഒന്നാണ്. എന്ന് പറഞ്ഞാൽ നമ്മളൊരു ബൾബ് കത്തി അത് തേജസ്സായിട്ട് കണ്ടാൽ അതിൻ്റെ പ്രഭ കിരണങ്ങൾ ഇങ്ങോട്ട് വരുന്നു. അപ്പോൾ മൊത്തത്തിൽ നോക്കാമെങ്കിൽ ഒന്നാണെന്ന് പറയാമെങ്കിലും നമുക്കിതിനെ രണ്ടായിട്ട് മനസ്സിലാക്കാൻ പറ്റും. തേജസ്സുണ്ട്, പ്രഭയുണ്ട്. അപ്പം ഇവിടെ നമ്മൾ പറയപ്പെടുന്നത് സമനിത്യരായ സമദൈവത്വമുള്ള 3 വ്യക്തികൾ. ഇതിൽ പിതാവ് ഏകസത്യദൈവം, എന്നാൽ പുത്രൻ പരിശുദ്ധാത്മാവ് സത്യദൈവം. എന്തുകൊണ്ട് പുത്രനെയും പരിശുദ്ധാത്മാവിനെയും ഏകസത്യദൈവം എന്നുള്ള പദപ്രയോഗം പറയുന്നില്ല എന്ന് ചോദിച്ചാൽ, ബൈബിളിൽ പുത്രനെയും പരിശുദ്ധാത്മാവിനെയും ഏകസത്യദൈവം എന്ന് വിളിച്ചിട്ടില്ല. പിതാവിന് മാത്രം കൊടുത്തിരിക്കുന്ന ഒരു പദപ്രയോഗമാണ് ഏകസത്യദൈവം, ഏകദൈവം. ഏകദൈവം എന്ന് പിതാവിനെ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ എന്തുകൊണ്ടാണ് ഏകദൈവം ഏകസത്യദൈവം എന്ന് പറയുന്നത്? കാരണം പിതാവ് ആരിൽ നിന്നുമല്ല, എല്ലാത്തിനും കാരണം പിതാവാണ്. പിതാവിൽ നിന്നാണ് പുത്രൻ, പിതാവിൽ നിന്നാണ് പരിശുദ്ധാത്മാവ്. ആ ഒരു അർത്ഥത്തിൽ പിതാവാണ് എല്ലാത്തിനും കാരണഭൂതൻ. അതുകൊണ്ടാണ് പിതാവിനെ ഏകസത്യദൈവം, ഏകദൈവം എന്ന് പറയുന്നത്. പക്ഷെ നമ്മളിതിങ്ങനെ പറയുമ്പോൾ ആളുകൾ പെട്ടെന്ന് തെറ്റിദ്ധരിക്കുന്ന ഒരു കാര്യം, അപ്പോൾ പുത്രൻ സത്യദൈവമല്ലേ, പരിശുദ്ധാത്മാവ് സത്യദൈവമല്ലേ? ഉടനെ ഇവർ നമ്മൾക്കെതിരെ ആരോപണം കൊണ്ടുവരുന്നത്, ഇവർ പറയുന്നു പുത്രൻ സത്യദൈവമല്ല, പരിശുദ്ധാത്മാവ് സത്യദൈവമല്ല എന്നിവർ പറയുന്നു എന്ന് ആരോപണമാണ്. എന്നാൽ നമ്മൾ അങ്ങനെയല്ല പഠിപ്പിച്ചത്. കാലാകാലങ്ങളായി ക്രിസ്ത്യൻ സഭകൾ വിശ്വസിക്കുന്നതും ക്രിസ്ത്യൻ സഭകൾ ഏറ്റുപറയുന്നതും ഞായറാഴ്ചകളിൽ അവരുടെ സഭകളിൽ ഏറ്റുപറയുന്നതുമായിട്ടുള്ള ഉപദേശമാണ്. ഇങ്ങനെയാണ് തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നത്. തിരുവചനം പഠിപ്പിക്കുന്നതിന് അപ്പുറത്തേക്ക് നമ്മൾ പോകേണ്ട കാര്യമില്ല.
അതിനപ്പുറത്തേക്ക് ചിന്തിച്ച് നമ്മളൊരു ഭാവനയിൽ കണ്ടെത്തി നമ്മുടേതായ വ്യാഖ്യാനങ്ങൾ കൊടുക്കുമ്പോഴാണ് തെറ്റ് സംഭവിക്കുന്നത്. തിരുവചനങ്ങൾക്കകത്ത് നിന്നുകൊണ്ട് ഉപദേശങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. അത് നമ്മൾ വിശ്വസിക്കുക, അത് നമ്മൾ ഏറ്റുപറയുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.